ഞാൻ സ്മിത, ഹൗസ് വൈഫാണ്. ഞാനും ഭർത്താവും മോനും അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബം. മോൻ്റെ പേര് ഉണ്ണി. എന്നെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിപ്പിച്ചു. കാരണം എനിക്ക് +2 പഠിക്കുമ്പോൾ ഒരു പ്രണയം ഉണ്ടായിരുന്നു. അത് വീട്ടിലറിഞ്ഞു. വലിയ പ്രശ്നമായി. കാരണവന്മാർ എല്ലാവരും കൂടി തീരുമാനമെടുത്തു, പെണ്ണിനെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിടുക എന്ന്. ഇല്ലെങ്കിൽ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവുമെന്ന് ഓരോരോ ബന്ധുക്കൾ പറഞ്ഞു. അത് അച്ഛനും അമ്മയും വിശ്വസിച്ച് അംഗീകരിച്ചു. പാരൻസിൻ്റെ വിവരമില്ലായ്മ അല്ലാതെന്ത്. പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ എന്നെ കെട്ടിച്ചു. അമ്മാവൻ്റെ ഒരു ബന്ധുവായിരുന്നു വരൻ. എന്നേക്കാൾ ഒരു 9 വയസ്സ് മൂത്ത ആൾ. പുള്ളിക്ക് സർക്കാർ ജോലിയുണ്ട്. അതാണ് അച്ഛനും അമ്മയും നോക്കിയത്. എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടും എനിക്കതിന് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ 19-ാം വയസ്സിൽ ഞാനൊരു അമ്മയായി. ഗർഭിണിയാകാൻ എനിക്ക് പക്വത എത്താത്ത പ്രായമായതിനാൽ കുഞ്ഞ് ജനിക്കാൻ ഓപ്പറേഷൻ വേണ്ടി വന്നു. അതിനുശേഷം എനിക്ക് ഗർഭം ധരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എൻ്റെ മോൻ എൻജിനീയറായി 1 വർഷം കഴിഞ്ഞു. ചേട്ടൻ വേറെ ജില്ലയിലാണിപ്പോൾ ജോലി ചെയ്യുന്നത്. മാസത്തിൽ വരും. ഭർത്താവിനോട് എനിക്ക് എന്തുകൊണ്ടോ ഒരകൽച്ചയാണ്. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ കുറേ വർഷങ്ങളായി ഒന്നുമില്ല. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ അതിനോടൊക്കെ താല്പര്യം കൂടിക്കൂടി വരുന്നു. ഞാനും മോനും കൂട്ടുകാരെ പോലെയാണ്. ഞങ്ങൾ എല്ലാ വിഷയവും സംസാരിക്കും. അവൻ ജോലിസ്ഥലത്തെ കാര്യങ്ങളെല്ലാം എന്നോട് പറയും. എല്ലാ വിഷയമെന്ന് പറഞ്ഞാൽ എല്ലാം. അവൻ എന്നോട്, ഞാൻ അവനോടും ഓപ്പണായി സംസാരിക്കും. ഞാൻ മിക്ക ദിവസവും ശ്രദ്ധിച്ച ഒരു കാര്യമാണ് അവൻ്റെ ബെഡ്ഷീറ്റിൽ കാണുന്ന കറ. കുറച്ച് ദിവസം മുമ്പ് ഞാൻ അവൻ്റെ ബെഡ്ഷീറ്റ് എടുത്തു. അപ്പോൾ അവനും വീട്ടിലുണ്ടായിരുന്നു. ഞാൻ ബെഡ്ഷീറ്റ് നിവർത്തി അവനെ കാണിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, എടാ ഉണ്ണി, എന്താടാ ഇത്? കേരളത്തിൻ്റെ മാപ്പാണോ? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ ചമ്മി എന്നെ നോക്കി. അത് മമ്മി, ഞാൻ... എടാ, എനിക്ക് മനസ്സിലാകും, ഞാൻ പറഞ്ഞു. അവൻ എന്നെ നോക്കി തന്നെ നിന്നു. എടാ, നീ ജിമ്മിൽ പോകുന്നതല്ലേ, അതുകൊണ്ട് അധികം എനർജി ഒന്നും കളയരുത്. അതും പറഞ്ഞ് ഞാനൊന്ന് പുഞ്ചിരിച്ചു. ഏയ് ഇല്ല മമ്മി, വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ, അവൻ പറഞ്ഞു. മോനിപ്പോൾ ഒരു ജോലിയൊക്കെ ആയില്ലേ, ഇനി മമ്മി ഒരു പെണ്ണിനെ നോക്കട്ടെ. അത് പറഞ്ഞപ്പോൾ അവന് നാണം വന്നു. അവൻ അപ്പോൾ പറഞ്ഞു, മമ്മി പെട്ടെന്ന് നോക്കോ? നോക്കണോ? ഞാൻ ചോദിച്ചു. ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നോക്കുവാണെങ്കിൽ മമ്മിയെ പോലുള്ളൊരു പെണ്ണിനെ മതി എനിക്ക്, അവൻ പറഞ്ഞു. ഞാൻ അലക്കാനായിട്ട് വീടിൻ്റെ പുറത്തേക്ക് പോയി. അവനെൻ്റെ പിറകെ വന്നു. ഞങ്ങൾ നടന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതെന്താടാ എന്നെപ്പോലെ? ഞാൻ അവനോട് ചോദിച്ചു. അത് മമ്മി സുന്ദരിയല്ലേ, പിന്നെ മമ്മി എന്നോട് പറഞ്ഞിട്ടില്ലേ മമ്മിയുടെ പഴയ പ്രണയമൊക്കെ. അത് കേട്ടപ്പോൾ മുതൽ എനിക്ക് മമ്മിയെ പോലുള്ള പെണ്ണിനെ പ്രേമിക്കാൻ ആഗ്രഹമുണ്ട്, അവൻ പറഞ്ഞു. ആണോ? എന്നിട്ട് മോൻ ഇതുവരെ കണ്ടെത്തിയില്ല? മോൻ പഠിച്ച കോളേജിലൊന്നും ഇല്ലായിരുന്നോ? ഞാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ തുണി കഴുകി തുടങ്ങി. ആ, ഇല്ലായിരുന്നു മമ്മി. പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് വേണ്ടേ? അത് കേട്ടപ്പോൾ ഞാൻ അവനെ നോക്കി. അങ്ങനെ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എടാ ആ ഉടുപ്പിങ്ങ് ഉരുത്ത, ഞാൻ അലക്കട്ടെ. അവൻ ഒരു തോർത്തുമുണ്ടുടുത്തുകൊണ്ട് എനിക്ക് ഉടുപ്പ് ഊരി തന്നു. ഇതെന്താടാ, വേറെ ഒന്നുമില്ലേ? ഞാൻ ചോദിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാ മമ്മി വീട്ടിലിരിക്കുമ്പോഴൊക്കെ അതൊക്കെ ഇടുന്നത്? നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? വേണം വേണം, സ്വാതന്ത്ര്യം കൊടുക്കണം, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവനെ നോക്കി. അപ്പോഴവൻ പറഞ്ഞു, മമ്മിക്കൊരു കാര്യം അറിയോ? എന്താടാ? അതെ, ഈ കൂട്ടിലിട്ട് വളർത്തുന്ന പട്ടിക്ക് ശൗര്യം കൂടുതലാണ്. അവൻ അത് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുന്നിലേക്ക് നോക്കി. അത് കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി. അവൻ എപ്പോഴും ജിമ്മിൽ പോകുന്നത് കൊണ്ട് നല്ല ആരോഗ്യമുണ്ട് അവന്. അവൻ്റെ മസിലൊക്കെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാലോചിച്ചു, അവൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഭാഗ്യവതിയായിരിക്കുമെന്ന്. അങ്ങനെ അവൻ കുളിക്കാനായി ബാത്റൂമിൽ കയറി. അടുത്ത ദിവസം
അവനല്പം നേരത്തെ വന്നു. ഞാൻ ഹാളിൽ ഡാൻസ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കുമായിരുന്നു. അതുപോലെ എനിക്ക് ഡാൻസ് നല്ല ഇഷ്ടവുമായിരുന്നു. ഇപ്പോൾ ഞാൻ വീട്ടിൽ തനിച്ചല്ലേ ഉള്ളൂ. നേരം പോക്കിന് ഞാൻ ടി വിയിൽ പാട്ട് കണ്ടുകൊണ്ട് ഡാൻസ് ചെയ്യും. പിന്നെ യൂട്യൂബിൽ നോക്കി നൃത്തം പ്രാക്ടീസ് ചെയ്യാറുമുണ്ട്. പെട്ടെന്ന് അവൻ കയറി വന്ന് എന്നെ നോക്കി ചിരിച്ചു. ആഹാ, മമ്മി കൊള്ളാലോ, അവൻ പറഞ്ഞു. ആണോ? ഞാൻ ചെറുപ്പത്തിൽ ഡാൻസ് കളിക്കാറുണ്ടടാ, ഞാൻ പറഞ്ഞു. ആണോ? അപ്പോൾ മമ്മിക്ക് ഇത് തുടർന്നൂടെ? അവൻ ചോദിച്ചു. എടാ, അതൊക്കെ നിൻ്റെ അപ്പന് ഇഷ്ടമല്ലടാ. അതിന് മമ്മി എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? മമ്മിയുടെ കാര്യങ്ങൾ ഞാനല്ലേ ഇപ്പോൾ നോക്കുന്നത്. മമ്മി ഒരു ഡാൻസ് ചെയ്, ഞാനൊന്ന് കാണട്ടെ. അയ്യേ വേണ്ട, ഞാനൊന്നുമില്ല, ഞാൻ പറഞ്ഞു. മമ്മി കളിക്ക്. എടാ വേണ്ടടാ, എനിക്ക് നാണമാ, ഞാൻ അവനോട് പറഞ്ഞു. വേണം, കളിക്ക്, അവൻ വീണ്ടും പറഞ്ഞു. എനിക്കെന്തോ ഒരു നാണം പോലെ. അവൻ്റെ മുന്നിൽ ഞാൻ ഇതുവരെ ഡാൻസ് ചെയ്തിട്ടില്ല. ചെറുപ്പത്തിൽ കളിക്കുന്നൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മി എന്ത് നോക്കി നിൽക്കുക, കളിക്ക്, അവൻ വീണ്ടും പറഞ്ഞു. ഓക്കെ, ഞാനിപ്പോൾ ക്ലാസിക്കലാണ് പ്രാക്ടീസ് ചെയ്തത്, അതുകൊണ്ട് അത് കളിക്കാം, ഞാൻ പറഞ്ഞു. ആ ഓക്കെ, അത് മതി, മമ്മി കളിക്ക്, അവൻ പറഞ്ഞു. ഞാൻ മൊബൈലെടുത്ത് ഒരു ക്ലാസിക്കൽ സോങ് വെച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്ക് ഞാൻ അവനെ നോക്കുന്നുണ്ട്. അവൻ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഞാൻ ഇത്രയും നേരം പ്രാക്ടീസ് ചെയ്യുന്നതായതുകൊണ്ടും ചൂടുള്ളതുകൊണ്ടും ഞാൻ നന്നായി വിയർത്തിരുന്നു. അങ്ങനെ ഞാൻ ഡാൻസ് കളിച്ചു. ഡാൻസ് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, മമ്മി അടിപൊളി, മമ്മി എത്ര നാളായി ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? എടാ, അത് ഒരു 3-4 വർഷമായടാ, ഞാൻ പറഞ്ഞു. ആണോ? അതുകൊണ്ടായിരിക്കും മമ്മി ഇപ്പോഴും സുന്ദരിയായി തന്നെ ഇരിക്കുന്നത്, അവൻ പറഞ്ഞു. ഒന്ന് പോടാ, കണ്ണ് വയ്ക്കാതെ. അതെ മമ്മി, മമ്മിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് പറഞ്ഞപ്പോൾ ഞാൻ അവനെ നിന്ന് നോക്കി. അതുകൊണ്ടാണ് നമ്മൾ പുറത്തു പോകുമ്പോൾ ആളുകൾ മമ്മിയെ നോക്കുന്നത്. അത് കേട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എടാ, അതാണുങ്ങൾ പെണ്ണുങ്ങളെ കാണുമ്പോൾ നോക്കുന്നതല്ലേ? അല്ല മമ്മി, ആണുങ്ങൾ നോക്കുന്നത് സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെയാണ്. ആ കൂട്ടത്തിൽ പെടുന്നതാണ് മമ്മിയും. ഒന്ന് പോടാ, എനിക്ക് അത്രയും ഭംഗിയൊക്കെ ഉണ്ടോ? പിന്നെ അല്ലാതെ മമ്മിയെ കണ്ടാൽ ഒരു 35 താഴെ പ്രായം പറയൂ. ഒന്ന് പോടാ, ചുമ്മാ പൊക്കാതെ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പൊക്കിയതല്ല മമ്മി, ഞാൻ പറഞ്ഞാൽ മമ്മിക്ക് ഇഷ്ടപ്പെടോ? എന്താ നീ പറ. അത് മമ്മി പറയടാ. അത് മമ്മി, ഈ മുൻപും പിൻപൊക്കെ ഉണ്ടല്ലോ, അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അവൻ പറഞ്ഞു. അവനങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് നാണമായി. എടാ, അത് ഞാൻ ഈ ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാ. ആ മമ്മി ശരിയാ, മമ്മി ഇതൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്. പിന്നെ ഈ സാരിയൊക്കെ മാറ്റി കുറച്ച് മോഡേൺ വസ്ത്രങ്ങളൊക്കെ ധരിക്ക്. എടാ, അതൊക്കെ നിൻ്റെ പപ്പ സമ്മതിക്കോ? പപ്പ എന്നും ഇവിടെ ഇല്ലല്ലോ, പുള്ളി വരുമ്പോൾ ഇടണ്ട. ആ അത് ശരിയാ, എനിക്കാണെങ്കിൽ മോഡേൺ ഡ്രസ്സൊക്കെ ധരിക്കാൻ ആഗ്രഹവുമുണ്ട്, ഞാൻ അവനോട് പറഞ്ഞു. ആണോ? എന്നാ പറയണ്ടേ, ഞാൻ വാങ്ങിത്തരില്ലേ? ആണോടാ, താങ്ക്സ്. പിന്നെ മമ്മി, ഇന്ന് വൈകിട്ട് നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അവൻ എന്നോട് ചോദിച്ചു. ആ പോകാടാ, എത്ര നാളായി ഒരു സിനിമയ്ക്കൊക്കെ പോയിട്ട്. അങ്ങനെ അന്ന് വൈകിട്ട് ഞാനും അവനും സെക്കൻഡ് ഷോക്ക് പോയി. ഞാൻ ചുരിദാറായിരുന്നു ധരിച്ചത്. ഒരു ഇംഗ്ലീഷ് സിനിമയായിരുന്നു അത്. വലിയ ആക്ഷനും സൗണ്ടും റൊമാൻസൊക്കെ ആയിരുന്നു അതിൽ. അങ്ങനെ ഞങ്ങൾ സിനിമയും കണ്ട് തിരിച്ചു പോകുന്നു. തിരിച്ചു പോരുന്ന വഴിയിൽ അവൻ എന്നോട് പറഞ്ഞു, മമ്മി ഇന്ന് ബൈക്കിൽ ചരിഞ്ഞിരിക്കണ്ട. അതെന്താടാ? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. മമ്മി ഇനി മുതൽ ഇങ്ങനെ ഇരുന്നാൽ മതി. എടാ, അത് ആളുകൾ കണ്ടാൽ എന്ത് വിചാരിക്കും? ഒന്ന് പോ മമ്മി, നാട്ടുകാരല്ലേ മമ്മിക്ക് ചെലവിന് തരുന്നത്. എന്നാലും അത് വേണോടാ. കേറ് മമ്മി, ഇനി രാത്രി ആര് കാണാനാ? ശരി, അതും പറഞ്ഞ് ഞാൻ വട്ടമിരുന്നു.
അവൻ വണ്ടിയെടുത്തു. കുറച്ചെത്തിയപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് മമ്മി ഈ ഇരിപ്പ്? ആ കൊള്ളാടാ, പിന്നെ ഇങ്ങനെ ഇരിക്കാനും കംഫർട്ടാണ്. ആ അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാനും അവനും കൂടി അങ്ങനെ തന്നെ ഇരുന്ന് വീട്ടിലേക്ക് തിരിച്ചു.